ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരുപാട് ഹർജികളൊക്കെ വരുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? 1991 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. ഇത് നമ്മൾ എപ്പോഴും ഇവിടെ ചർച്ചയിൽ പരാമർശിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സമ്പൽ, ജ്ഞാൻവാപി, മധുരയിലെ കൃഷ്ണ ജന്മഭൂമി, ഇങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ പരാമർശിക്കുന്ന ഒന്നാണ് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ആരാധനാലയ നിയമം എന്ന് പറയാം. ആ ആരാധനാലയ നിയമത്തിൻ്റെ സത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയം എന്തായിരുന്നോ ആ സ്ഥിതി തുടരും എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഒരു മുമ്പ് അമ്പലമായിക്കോട്ടെ, അത് 1947 ഓഗസ്റ്റ് 15 മോസ്കാണെങ്കിൽ അത് മോസ്കായി തുടരും എന്ന് പറയുന്ന ഒരു നിയമമാണ് ആരാധനാലയ നിയമം. ഇതാണ് സത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മോസ്കുകളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താവുന്ന രീതിയിലൊരു മതപ്രീണന നിയമം കോൺഗ്രസ് അങ്ങനെയാണല്ലോ, കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തു അന്നത്തെ സർക്കാർ. ആ നിയമത്തിൻ്റെ അകത്ത് പറഞ്ഞു ഇതിൽ രാമജന്മഭൂമി ഇതിന് ബാധകമല്ല. കാരണം രാമജന്മഭൂമി ആ സമയത്ത് 1992 മറ്റേ മസ്ജിദ് ഇല്ലാതാകുന്നത്. ആ കേസ് അപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ അത് ഇളവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പോൾ സമ്പലിൻ്റെ കേസ്, ജ്ഞാൻവാപി കേസ്, ഇങ്ങനെ പല കേസും ഉണ്ട്. ഇത് 1991 ആരാധനാലയ നിയമത്തിന് വിരുദ്ധമാണെന്ന് മുസ്ലിം പക്ഷം വാദിക്കാറുണ്ട് കോടതികളിൽ. കാരണം 1947 ഓഗസ്റ്റ് 15 തൽസ്ഥിതി തുടരണം എന്നാണല്ലോ ഈ നിയമം. പക്ഷേ ഈ നിയമത്തിൻ്റെ 3-ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകങ്ങൾ ഉണ്ടല്ലോ, സമ്പൽ, ജ്ഞാൻവാപി, കൃഷ്ണജൻ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ, അവിടെ 1958 ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആക്ട്, ചരിത്ര സ്മാരക നിയമം 1958 അതാണ് ബാധകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമ്പൽ പോലത്തെ സ്ഥലങ്ങളിൽ 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ബാധകമല്ല. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നു. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഹർജിക്കാർ വാദിക്കുന്നത്. കുറേ ഹിന്ദു പക്ഷത്ത് നിന്നുള്ളവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം പക്ഷക്കാർ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒക്കെ കക്ഷി ചേർന്നിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രം അധിനിവേശക്കാർ വന്നിട്ട് തകർത്ത് കളഞ്ഞു, അവരുടെ മോസ്ക് പണിതുയർത്തി. ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഹിന്ദുപക്ഷത്തിന് ഭരണഘടനാപരമായി അവകാശമില്ലേ? ഉണ്ട്. അതടച്ചു കളയുന്നൊരു നിയമം ഭരണഘടനാ വിരുദ്ധമല്ലേ? ഇതാണ് ഈ ഹർജികളിൽ ചോദിക്കുന്നത്. ഈ ഹർജികളൊക്കെ കൂടി മാർച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. പുതിയ ചീഫ് ജസ്റ്റിസ് വന്നല്ലോ, സഞ്ജീവ് ഖന്ന. അപ്പോൾ അദ്ദേഹവും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ, 3 അംഗ പ്രത്യേക ബെഞ്ച് ഇത് തീരുമാനിക്കാനായിട്ട് രൂപീകരിച്ചു. ഇത് മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. എന്നിട്ട് ഡിസംബർ 12-ാം തീയതി, 3-4 ദിവസമേ ഉള്ളൂ, ഡിസംബർ 12-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:30 വാദം കേൾക്കും. ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കുറച്ചുകൂടി ഞാൻ പറയാം എന്താണ് അതിലുള്ളത്. 1947 ഓഗസ്റ്റ് 15 ഇതിൻ്റെ മതപരമായ സ്വഭാവം എന്താണോ, റിലീജിയസ് ക്യാരക്ടർ, അത് നിലനിൽക്കും എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ അടിയിൽ അമ്പലം ഉണ്ട്, തൂണുകളുണ്ട് മുകളിൽ, എന്നൊക്കെയാണെങ്കിലും മോസ്ക് നിലനിൽക്കും.
കോടതി കേസുകളൊന്നും ബാധകം ഉണ്ടാകരുത്. 1947 ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം വരുന്നത് 1991 ജൂലൈ 11 മറ്റോ ആണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് മുമ്പുള്ള കേസുകളും ഇതോടുകൂടി റദ്ദാക്കപ്പെടും എന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ 1991 വരെ ഇതിന് ബാധകമാണ് എന്നുള്ളത് അർത്ഥം. അപ്പോൾ ആ തീയതിക്ക് മുൻപുള്ളതിനും കോടതി കേസ് ഉണ്ടാവില്ല. അയോധ്യയ്ക്ക് മാത്രമാണ് ഈ ഇളവ്. 1947 ഓഗസ്റ്റ് 15 തൽസ്ഥിതി സ്റ്റാറ്റസ് കോ തുടരാനായിട്ട് 1991 സെപ്റ്റംബർ 18 അതിന് മുമ്പത്തെ കേസുകളും തള്ളും. ജൂലൈ 11 ആക്ട് വന്നത്. പക്ഷേ 1991 സെപ്റ്റംബർ 18 എന്ന് പറഞ്ഞൊരു കാലപരിധി നിശ്ചയിച്ചു. അതിന് മുമ്പത്തെ ഈ മോസ്കുകൾക്ക് മുകളിലൊക്കെ സംബന്ധിച്ചൊക്കെ വല്ല കേസും ഹിന്ദുപക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ തള്ളിപ്പോകും എന്ന് വന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വിധി ഉണ്ടായാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല കേസ്, അതിലൊരു വിധി ഉണ്ടായല്ലോ, സ്ത്രീകൾക്ക് കയറാം എന്നാണല്ലോ സുപ്രീം കോടതി വിധിച്ചത്. പക്ഷേ അതിൽ ജുഡീഷ്യൽ റിവ്യൂ ചോദിച്ച് ഹർജികളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തീരുമാനിക്കാൻ പുനരവലോകനം ചെയ്യാം. ജുഡീഷ്യൽ റിവ്യൂ ഏത് വിധിയും പുനരവലോകനം ചെയ്യാമല്ലോ. പക്ഷേ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ആരാധനാലയ നിയമം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജുഡീഷ്യൽ റിവ്യൂ അത് അടച്ചു കളഞ്ഞു ഹർജികളിൽ പറയുന്നത്. കാരണം ഇനി കോടതിയിലുള്ളതൊക്കെ റദ്ദാക്കപ്പെടുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്ഷേത്രം മോസ്കായിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ കേസിന് പോവാമല്ലോ. അത് ആ സൗകര്യം അടച്ചു കളഞ്ഞിരിക്കുന്നു. ഭരണഘടനാ അവകാശങ്ങൾ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഭരണഘടനാ നിർമ്മാണ അവകാശമുണ്ടല്ലോ പാർലമെൻറ്റിനെ, അതിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ നിയമം. പാർലമെൻറ്റിൻ്റെ അവകാശങ്ങളെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇത് മതേതരത്വത്തിന് പ്രിയമ്പിളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സെക്യുലറിസം. ആ സെക്യുലറിസത്തിനെതിരാണ് ഇത് എന്നും ഹർജികളിൽ പറയുന്നു. എന്തുകൊണ്ട്? ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള അവകാശമാണല്ലോ മതേതരത്വം. അങ്ങനെയാണെങ്കിൽ ഒരു ക്ഷേത്രം പള്ളിയായിട്ട് പള്ളികൾ ആക്രമിച്ചിട്ട് ക്ഷേത്രമാക്കിയ ഉദാഹരണങ്ങളില്ലല്ലോ. തിരിച്ചല്ലേ ഉള്ളൂ, ക്ഷേത്രങ്ങളാണ് പള്ളികൾ. അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതും കൂടിയാണ് ഈ ആരാധനാലയ നിയമം. മതേതരത്വ വിരുദ്ധമാണത് എന്നും ഹർജികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആരാധനാലയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സിവിൽ കോടതികളിൽ മോസ്കുകൾക്കെതിരെ പോകാനായിട്ട് ഹിന്ദുക്കൾക്ക് പറ്റില്ല എന്ന് വന്നു. സംരക്ഷിത സ്മാരകങ്ങളുണ്ടല്ലോ 100 വർഷത്തിൻ്റെ മുകളിലുള്ള, അതിലൊരളവുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ അതിൻ്റെ എണ്ണം കുറവല്ലേ പ്രാചീനമായ. അപ്പോൾ സിവിൽ കോടതിയിൽ ഹിന്ദുക്കൾക്ക് ഈ കാര്യങ്ങളിൽ പോകാൻ പറ്റില്ല എന്ന് വന്നു. ഭരണഘടനയുടെ 226 വകുപ്പ് അനുസരിച്ചിട്ട് ഹൈക്കോടതിയിലും പോകാൻ പറ്റില്ല എന്നും വന്നു. ക്ഷേത്രങ്ങൾ, മഠങ്ങൾ എന്നിവയൊക്കെ തെമ്മാടികൾ 1947 ഓഗസ്റ്റ് 15 മുമ്പ് കയ്യേറിയിരിക്കാം. ശരിയല്ലേ? അത്തരം നിയമവിരുദ്ധ തോന്യാസ നടപടികൾ ഇനിയും തുടരാനായിട്ട് അനുവദിക്കുന്നതാണ് ഈ ആരാധനാലയ നിയമം. ഇങ്ങനെ ഹർജികളിൽ ചൂണ്ടിക്കാട്ടി. 2021 മാർച്ച് 21 ഈ സുപ്രീം കോടതി ഈ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരുന്നു കക്ഷികൾക്ക്. 3 കൊല്ലം മുമ്പ് 2021 മാർച്ച് 21 സത്യത്തിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയ ചന്ദ്രചൂഡ് ഇതിൻ്റെ മുകളിൽ അടയിരുന്നു. ചന്ദ്രചൂഡ്. അതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയോധ്യ വിധി എഴുതിയത് അങ്ങേരാണല്ലോ. അയോധ്യ വിധിയിൽ ആവശ്യമില്ലാത്തൊരു കാര്യം ചന്ദ്രചൂഡ് എഴുതി ചേർത്തിരുന്നു. അതിൽ ആരാധനാലയ നിയമം ശരിയാണെന്ന് പറഞ്ഞിരുന്നു ജഡ്ജ്മെന്റിൽ. ആ ജഡ്ജ്മെന്റിൽ അത് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു
സ്ഥലത്തർക്കമാണല്ലോ അതെ. അയോധ്യ, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്. അപ്പോൾ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാവൂ. ഇങ്ങനെ നിയമമുണ്ട്. അതിന് പുറത്തൊരു കാര്യം ഇയാൾ പരാമർശിക്കേണ്ട കാര്യമില്ല. ആരാധനാലയ നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കേസിലേ അത് പറയേണ്ടതുള്ളൂ. ഇതിപ്പോ ആവശ്യമില്ലാതെ അതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ അത് മുസ്ലിം പക്ഷം എപ്പോഴും അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അത് തള്ളിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രചൂഡ് അയോധ്യ വിധിയിൽ ജസ്റ്റിസ് ഗൊഗോയുടെ ബെഞ്ചായിരുന്നു, പക്ഷെ എഴുതിയത് 5 അംഗ ബെഞ്ചിലെ ചന്ദ്രചൂഡാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആവശ്യമില്ലാതെ ഇത് പറഞ്ഞിരുന്നു. ആവശ്യമില്ലാതെ പറഞ്ഞതാണെന്നേ ഇനിയും വിധികളിൽ പറയാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ 2021 മാർച്ച് 21 സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. കേന്ദ്രം ഇതിന് സത്യവാങ്മൂലം കൊടുക്കാനായിട്ട് കൂടുതൽ സമയം ചോദിച്ച് ഇത് നീണ്ടുപോയി. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് പറയണം. അപ്പോൾ ഇതിലെ ചില സെക്ഷനുകൾ റദ്ദാക്കണം എന്ന് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെക്ഷൻ 3 മറ്റേ ചരിത്ര സ്മാരകങ്ങൾ, അത് ഈ ആക്റ്റിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഗുണമുള്ള ഭാഗമുണ്ട്. പക്ഷേ സെക്ഷൻ 3 വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മത സ്വഭാവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പാടില്ല. 1947 ഓഗസ്റ്റ് 15 സ്ഥിതി തുടരും. അത് സെക്ഷൻ 3. പിന്നെ സെക്ഷൻ 4 മതസ്വഭാവം ഓഗസ്റ്റ് 15 നിന്ന് മാറ്റരുത് എന്നുള്ളത് നിലനിൽക്കുമ്പോൾ കോടതികളിൽ ഇനി കേസും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ 2 സെക്ഷനും മാറ്റണമെന്ന് ഹർജികളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ. പിന്നെ ഇളവുകൾ: 1 രാമജന്മഭൂമി, 2 പുരാതന ചരിത്ര സ്മാരകങ്ങൾ, 1958 ഏൻഷ്യൻ മോണുമെന്റ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട്. അതാണ് ബാധകം ഈ സമ്പൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. 1991 ആക്ട് അല്ല. പിന്നെ 3 പരസ്പര സമ്മതത്തോടെ ഒത്തുതീർപ്പായ തർക്കങ്ങൾ, അതിനും ഇളവുണ്ട്. പക്ഷേ നമ്മുടെ ഈ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി അതൊന്നും നിയമപ്രകാരം ഒത്തുതീർന്ന കേസല്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും ജുഡീഷ്യൽ റിവ്യൂ വേണമെന്നൊക്കെ പറയുന്നത്. ഇത് അശ്വിനി കുമാർ ഉപാധ്യായ തുടങ്ങി കുറേ പേരാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മുമ്പും പല കേസും കൊടുത്തിട്ടുള്ള ആളാണ്. ഹിന്ദുക്കൾ, ജൈനന്മാർ, ബുദ്ധമതക്കാർ, സിഖുകാർ എന്നിവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഈ നിയമം കാരണം വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പല ആളുകളും ഇൻവേഡ് ചെയ്തതാണ്, അധിനിവേശം നടത്തിയതാണ്, എൻക്രോച്ച് ചെയ്തതാണ്, കയ്യേറിയതാണ് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റലിസ്റ്റ് ബാർബറിക് ഇൻവേഡേഴ്സ് ചെയ്തതാണ്. മതമൗലികവാദികളായ അപരിഷ്കൃതരായ അധിനിവേശക്കാർ ചെയ്തതാണ്. ഇതിനൊക്കെ പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സംഘടനകൾ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, പിന്നെ ജമിയത്ത് ഉലമ ഹിന്ദ്, ഇതൊക്കെ കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിൽ അവർക്ക് ഗുണമാണല്ലോ ഈ നിയമം. അവർ കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ നിയമം മതേതരമാണെന്ന് അവർ വാദിക്കുന്നുണ്ട്. അയോധ്യ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനി പറയണ്ടല്ലോ. ജ്ഞാൻവാബി മാനേജ്മെൻറ്റ് അവരുടെ കേസുണ്ട്. അപ്പോൾ അധിനിവേശങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണ്ടേ ആധുനിക കാലത്ത് എന്നുള്ള ചോദ്യം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു തീരുമാനം നമുക്കറിയാം. വിചാരണ തുടങ്ങുകയാണ്. ചന്ദ്രചൂഡിൻ്റെ ഒരു ശകലം നിക്ഷിപ്ത താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം പോയ ശേഷം ഉടനെ തന്നെ ഇത് എടുക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.